എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 3 ഭരണസമിതി അംഗങ്ങൾക്കും മൃഗഡോക്ടർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം. വളർത്തുമൃഗങ്ങളെ വിതരണം ചെയ്ത പദ്ധതിയിൽ അഴിമതി നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. വാടാനപ്പള്ളിയിൽ കാനയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതിനെതിരെയുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഊർജിതമാക്കി. ഭൂരിഭാഗം സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നിലേറെ പൈപ്പുകൾ സ്ഥാപിച്ച് മാലിന്യം ഒഴുക്കിവിടുന്നത് പിടികൂടി. മുസ്ലിം ലീഗ് തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പച്ചളിപ്പുറം കാവല്ലൂർ റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 ഭരണസമിതി അംഗങ്ങൾക്കും മൃഗഡോക്ടർക്കുമെതിരെ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്ക് വളർത്തുമൃഗങ്ങളെ വിതരണം ചെയ്ത പദ്ധതിയിൽ അഴിമതി നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീന അസീസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവുമായ MS വിജയൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK നാരായണൻ, എരുമപ്പെട്ടി മൃഗാശുപത്രി സർജൻ ഡോക്ടർ സുധീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് തൃശൂർ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി K ഹരിപാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വളർത്തുമൃഗങ്ങളെ വിതരണം നടത്തിയ പദ്ധതിയിൽ ക്രമക്കേടും വൻ അഴിമതിയും നടത്തിയതായി കാണിച്ച് പൊതുപ്രവർത്തകനായ PU അബ്ദുൽ കബീറാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. 2011, 2012, 2013 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 90 വനിതകൾക്ക് പശുക്കളും 200ഓളം വനിതകൾക്ക് ആടുകളും ഇതനുസരിച്ച് ആട്ടിൻകൂടും തൊഴുത്തും നിർമ്മിക്കാൻ പണം നൽകി എന്നാണ് കണക്കിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആകെ 60 പേർക്ക് നൽകിയതിന്റെ രേഖകൾ മാത്രമേ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി നൽകിയിട്ടുള്ളൂവെന്നും ഈ റെസിറ്റുകളും വ്യാജമാണെന്നും പരാതിയിൽ പറയുന്നു. മൃഗങ്ങളെ വാങ്ങിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി നേരിട്ട് മൃഗങ്ങളെ വാങ്ങാതെ ചില പ്രാദേശിക നേതാക്കളെ ഉപയോഗപ്പെടുത്തിയാണ് വാങ്ങിയതെന്നും പദ്ധതിക്ക് കൊട്ടേഷൻ ക്ഷണിക്കുകയോ അംഗീകൃത ഫാമുകളിൽ നിന്ന് മൃഗങ്ങളെ വാങ്ങിയതായ രേഖകൾ കാണിക്കുകയോ ഉണ്ടായില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രേഖകളിൽ കാണിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വളർത്തുമൃഗങ്ങളെ ലഭിച്ചിട്ടില്ലെന്നും ആട്ടിൻകൂടിനും തൊഴുത്തിനും ഫണ്ട് നൽകിയിട്ടില്ലെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 30 ലക്ഷം രൂപയുടെ അഴിമതിയാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും മൃഗഡോക്ടറും ഉൾപ്പെടുന്ന പർച്ചേസിംഗ് കമ്മിറ്റി നടത്തിയിട്ടുള്ളതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് പ്രജിത് കുമാർ ഹാജരായി. TCV ന്യൂസ്, എരുമപ്പെട്ടി. വാടാനപ്പള്ളിയിൽ ദേശീയപാതയോരത്തെ കാനയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതിനെതിരെയുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഊർജിതമാക്കി. നടപടിയുടെ 2ാം ദിവസമായ ബുധനാഴ്ച തൃശൂർ റോഡിലെ കാനയിലാണ് പരിശോധന നടത്തിയത്. ഏതാനും ചില കെട്ടിടങ്ങളിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് മാലിന്യം പൈപ്പിലൂടെ കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. തൃശൂർ റോഡിൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നിലേറെ പൈപ്പുകൾ സ്ഥാപിച്ചാണ് മാലിന്യം ഒഴുക്കിവിട്ടിരുന്നത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, സുബൈദ മുഹമ്മദ്, NS മനോജ്, ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പരിശോധനാ നടപടികൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മുസ്ലിം ലീഗ് തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃക്കൂർ അളഗപ്പനഗർ പഞ്ചായത്തുകളിലായി കിടക്കുന്ന പച്ചളിപ്പുറം കിണർ മുതൽ കാവല്ലൂർ സ്കൂൾ വരെയുള്ള റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കാവല്ലൂർ കിണർ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് പുതുക്കാട് മണ്ഡലം സെക്രട്ടറി ചെമ്പൻ ഹംസ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VH നവാസ് അധ്യക്ഷത വഹിച്ചു. ജിൻഷാദ്, CU സാദിഖ്, ഗഫൂർ പാലപ്പിള്ളി, MH നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചക്കംകണ്ടൻ കായൽ മലിനപ്പെട്ടതിന്റെ ഹൃദയ നൊമ്പരം പങ്കിടുന്ന കുട്ടികളുടെ ലഘുചിത്രത്തിന്റെ പ്രകാശനം KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. ചക്കംകണ്ടത്തിലൂടെ ഒഴുകുന്ന മാലിന്യപ്പുഴയെയും അവിടുത്തെ നിവാസികളുടെ ദുരന്ത ജീവിതത്തെയും പ്രമേയമാക്കി മണത്തല BBA LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തവളയും ചാവും മീനും ചാവും ചാച്ചുകുട്ടിയും ചാവും എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന അവാർഡ് ജേതാവ് സൈജോ കണ്ണനായ്ക്കൽ സംവിധാനവും അധ്യാപകനായ റാഫി നീലങ്കാവിൽ രചനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നു. ചാവക്കാട് നഗരസഭാ കൌൺസിലർ KK കാർത്തികേയൻ, AK അലി, ചാവക്കാട് AEO പ്രതീഷ്, KM മോഹൻദാസ്, റാഫി നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. വഴിത്തർക്കത്തെ തുടർന്ന് ദമ്പതികളെ വീടുകയറി ആക്രമിച്ച കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ സെഷൻസ് കോടതി തള്ളി. പുത്തൻചിറ കണ്ണായിമൂല സ്വദേശി തച്ചിൽ കണ്ണായി വീട്ടിൽ ഡേവിസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജഡ്ജി KP ജ്യോതിന്ദ്രനാഥ് തള്ളിയത്. വഴിത്തർക്കത്തെ തുടർന്ന് പുത്തൻചിറ സ്വദേശി പണിക്കശ്ശേരി ബാബു, ഭാര്യ സിന്ധു എന്നിവരെയാണ് പ്രതി വീടുകയറി ആക്രമിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KB രണേന്ദ്രനാഥ് കോടതിയിൽ ഹാജരായി. അധ്യാപക തസ്തിക നിർണയത്തിന്റെ മാനദണ്ഡങ്ങളിലെ അപാകതകൾ പരിഹരിക്കുന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ബിഷപ്പ് ഹൌസിന് സമീപമുള്ള DBCLC ഹാളിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേറ്റ് മാനേജർ വിദ്യാലയങ്ങളിലെ ഒരു യൂണിറ്റായി പരിഗണിക്കാനുള്ള പുതിയ ഉത്തരവിലെ നിർദ്ദേശം മൂലം 1:30 എന്ന സംരക്ഷണ ആനുകൂല്യം കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ 45,000-ഓളം വരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതിനാൽ സമാന ചിന്താഗതിക്കാരായ മറ്റ് അധ്യാപക സംഘടനകളുമായി ചേർന്ന് സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി, പ്രസിഡന്റ് ജോഷി വടക്കൻ, PD വിൻസൻ, AD സാജു, PC ആനീസ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചാവക്കാട് MRRM ഹൈസ്കൂൾ ജില്ലാ കളക്ടർ MS ജയ സന്ദർശിച്ചു. ഡെപ്യൂട്ടി കളക്ടർ PV പൌളിൻ, തഹസിൽദാർ PV രാമദാസ്, CI സിബിച്ചൻ ജോസഫ്, SI മാരായ MK ഷാജി, OJ ജോസഫ് എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കൊടകര ഡൈനാമോ സ്പോർട്ടിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27 മുതൽ കൊടകരയിൽ ആരംഭിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയുടെ ഗാലറി നിർമ്മാണം ആരംഭിച്ചു. കാൽനാട്ട് കർമ്മം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM ബബീഷ്, രക്ഷാധികാരികളായ PR പ്രസാദൻ, PP കുമാരൻ, കൺവീനർ PK അരുൺകുമാർ, ബെന്നി ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൊടകര ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ 18 സെവൻസ് ടീമുകൾ പങ്കെടുക്കും. നന്ദിപുലം ആറ്റപ്പിളിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. തെക്കുംപുറം സുനിൽ, ഭാര്യ ശ്രീബ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 2:00 അപകടം. വീടിനകത്തുണ്ടായിരുന്ന ഇവരുടെ അമ്മയും 3 മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിസ്സാര പരിക്കേറ്റ ദമ്പതികൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. അപകടത്തിൽ വീട് ഭാഗികമായി തകർന്നു. നാട്ടിക സെൻട്രൽ UP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. MV വിമൽകുമാർ അധ്യക്ഷനായിരുന്നു. PB സുരേഷ് കുമാർ, PI ഇജാസ്, R നിസ എന്നിവർ സംസാരിച്ചു. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, കുംഭാഭിഷേകം, എഴുന്നള്ളിപ്പ്, പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ മേളം, പ്രസാദ ഊട്ട് എന്നിവയുണ്ടായി. പുതുക്കാട് സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ സെമിനാർ നടത്തി. ഡോക്ടർ NC രാജൻ ക്ലാസ് എടുത്തു. പോങ്കോത്ര LP സ്കൂൾ പ്രധാന അധ്യാപിക K ഭാനുമതി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സന്ധ്യ അശോകൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, ആൻസി ജോസ്, TJ തുളസി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. ആറാട്ട് എഴുന്നള്ളിപ്പോടെയാണ് വേലയ്ക്ക് തുടക്കമായത്. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ 80ഓളം കലാകാരന്മാർ അണിനിരന്ന മേളം അരങ്ങേറി. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയായി. തുടർന്ന് ഹരിജൻ വേല നടന്നു. ഗുരുവായൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അണ്ടത്തോടിൽ ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടറും കോർഡിനേറ്ററുമായ KR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് മുസ്തഫ സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ, ത്വാഹിറുദ്ദീൻ, കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ ഷീല എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സെടുത്തു. സാമൂഹിക പ്രവർത്തകരായ സൈദലവി, റൌഫ്, നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ലാസിൽ പങ്കെടുത്ത മുഴുവൻ ഡ്രൈവർമാർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവാൻ ആറാട്ടിന് എഴുന്നള്ളി. തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ നടന്ന ആറാട്ടിന് ശേഷം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. ചൊവ്വൂർ വെങ്ങണിശ്ശേരി ബണ്ട് റോഡിൽ എരണ്ടക്കുളത്തിന് മുന്നിലുള്ള തണ്ണീർത്തട നെൽകൃഷി ഭൂമി സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി മണ്ണിട്ട് നികത്തിയിട്ടുള്ളത്. വ്യാപകമായി മണ്ണിട്ട് നികത്തിയ ഭാഗങ്ങളിൽ കവുങ്ങുകളും തെങ്ങിൻ തൈകളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷി വില്ലേജ് ഓഫീസ് അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. അനുമതിയില്ലാതെയാണ് ഇത്തരം പ്രവൃത്തികൾ നടന്നിരിക്കുന്നതെന്നും ഭൂ ഉടമകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.
മഴക്കാറ് കാണുമ്പോൾ മലയോരത്തെ വാഴ കർഷകരുടെ മനസ്സിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയുന്നു. വേനൽ മഴയ്ക്കൊപ്പം വീശിയടിക്കാനിടയുള്ള ചുഴലിക്കാറ്റാണ് നേന്ത്രവാഴ കർഷകരെ ഭീതിയിലാഴ്ത്തുന്നത്. നേന്ത്രക്കായ ഉൽപ്പാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് മറ്റത്തൂർ. പഞ്ചായത്തിലെ നൂലുവള്ളി, ചെമ്പുച്ചിറ, വാസുപുരം, മന്ദരപ്പള്ളി, നാടിപ്പാറ, മാങ്കുറ്റിപ്പാടം, കടമ്പോട്, മോനുടി എന്നിവിടങ്ങളിലായി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പലയിടത്തും വാഴകൾ കുലവന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നൂലുവള്ളി പ്രദേശത്ത് വേനൽ മഴയ്ക്കൊപ്പം വീശിയ ചുഴലിക്കാറ്റ് ഒട്ടേറെ നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. ജാതി തുടങ്ങിയ കാർഷിക വിളകൾക്കും നാശം നേരിട്ടിരുന്നു. കാറ്റിൽ നിന്ന് രക്ഷിക്കുന്നതിനായി പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ച് വാഴകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും മുള, കാറ്റാടി തുടങ്ങിയവ കൊണ്ട് ഊന്നുകൊടുക്കുകയുമാണ് കർഷകർ ചെയ്യുന്നത്. വേനൽ മഴയ്ക്ക് തുടക്കമായതോടെ വാഴത്തോട്ടങ്ങളിൽ ഊന്നുകൊടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നേന്ത്രവാഴ കൃഷിക്കാർ. മെയ് അവസാനത്തോടെ മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ വർഷം സീസൺ തുടക്കത്തിൽ നേന്ത്രക്കായയ്ക്ക് കിലോഗ്രാമിന് 45 രൂപയോളം കർഷകർക്ക് വില കിട്ടിയിരുന്നു. TCV ന്യൂസ്, കൊടകര. പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദി ഈ മാസം 25 മുതൽ 31 വരെ സംഘടിപ്പിക്കുന്ന അഖില കേരള ഇന്റർ കൊളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡിറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ, ടൂർണമെന്റ് ചെയർമാൻ കണ്ണൻ വോളേക്കാട്ട്, ജനറൽ കൺവീനർ ജ്യോതിഷ് തണ്ടാശ്ശേരി, ക്ലബ് പ്രസിഡന്റ് രതീഷ് വേളൂക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര അനുസ്മരണ റാലി നടത്തി. ജാഥ ക്യാപ്റ്റൻ ജേജു സെബാസ്റ്റ്യന് പതാക കൈമാറി MP വിൻസെന്റ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. KPCC അംഗം VV മുരളീധരൻ, DCC ജനറൽ സെക്രട്ടറി NV കുര്യൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചെറിയത്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻ കുന്നത്ത്, KS സന്തോഷ്, ജയ മുത്തിപ്പീടിക തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ പാവറട്ടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ പഠന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും നടത്തി. ഗുരുവായൂർ RTO AP അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. STU പാവറട്ടി മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് സിംല അധ്യക്ഷത വഹിച്ചു. പാവറട്ടി SI PR ബിജോയ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. നിസാർ മരദിയൂർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, RA അബ്ദുൾ മനാഫ്, AK ഷിഹാബ് എന്നിവർ സംസാരിച്ചു. എടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുംഭപൂയ മഹോത്സവം ഭക്തിനിർഭരമായി. വിവിധ ദേശങ്ങളിൽ നിന്നായി 8 സെറ്റ് കാവടിയാട്ടം ക്ഷേത്രസന്നിധിയിൽ നടന്നു. നാഗസ്വരം, ശിങ്കാരിമേളം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ പൂയാഘോഷത്തെ വർണ്ണാഭമാക്കി. കാരമുക്ക് ശ്രീ ചാത്തംകുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്കുശേഷം ശീവേലി എഴുന്നള്ളിപ്പും തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ മന്ദലാംകുന്ന് കർണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. KP ധനപാലൻ MP ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കുടുംബസമേതമാണ് MP ദർശനത്തിനെത്തിയത്. താമരപ്പൂവുകൊണ്ട് തുലാഭാരവും നടത്തി. കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിജി P വർഗീസ്, ജിതേഷ് ബൽറാം, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ പണം തിരികെ നൽകി വീട്ടമ്മ മാതൃകയായി. പൂങ്കുന്നം ന്യൂ ഗണപതി അഗ്രഹാരത്തിൽ സരസ്വതി സുരേഷ് കുമാറാണ് തനിക്ക് ലഭിച്ച 10,000 രൂപ അടങ്ങുന്ന പേഴ്സ് തൃശൂർ വനിതാ സെല്ലിൽ ഏൽപ്പിച്ചത്. തുടർന്ന് പണം നഷ്ടപ്പെട്ട പുതുക്കാട് സ്വദേശി ലിയ മോൾക്ക് വനിതാ സെൽ SI ദേവിയുടെ സാന്നിധ്യത്തിൽ പണം കൈമാറി. മണലൂർ കിഴക്കുമുറി വയൽ ദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ കർമ്മവും മഹോത്സവവും ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്കുശേഷം വട്ടനിലം മുണ്ടോൻ കോൾപ്പാടത്ത് നിന്ന് എഴുന്നള്ളിപ്പ് നടന്നു. പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ക്ഷേത്രാചാര്യൻ പള്ളിവീരൻ വിശ്വംഭരൻ മുഖ്യ കാർമ്മികനായി. തുടർന്ന് ഭക്തർ ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ചു. മഹോത്സവത്തിന്റെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെയും ഭാഗമായി അന്നദാനവും നടന്നു. ചാലക്കുടിയിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സെക്രട്ടറി K പുരുഷോത്തമൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്, KS പത്മനാഭൻ, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
അതിരപ്പിള്ളിയിൽ എണ്ണപ്പനയിൽ കയറിക്കൂടിയ രാജവെമ്പാലയെ പിടികൂടി ഉൾക്കാട്ടിലെത്തിച്ചു. സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റിനടുത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിലാണ് മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ആൺ രാജവെമ്പാല പിടിയിലായത്. ബുധനാഴ്ച രാവിലെ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. ആളുകളെ കണ്ട രാജവെമ്പാല എണ്ണപ്പനയിലേക്ക് കയറിക്കൂടുകയായിരുന്നു. തുടർന്ന് കൂടുതൽ ആളുകൾ വിവരമറിഞ്ഞെത്തിയതോടെ പാമ്പ് പിന്നീട് താഴേക്കിറങ്ങിയില്ല. തുടർന്ന് വനം വകുപ്പ് ജീവനക്കാരനും വന്യജീവി സംരക്ഷകനുമായ എൽത്തുരുത്ത് സേവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. സ്നേക്ക് സ്റ്റിക്കും മറ്റുമില്ലാതെയാണ് സേവ്യർ 11 അടി നീളം വരുന്ന പാമ്പിനെ കീഴ്പ്പെടുത്തിയത്. എൽത്തുരുത്ത് സേവ്യറിന്റെ കരവലയത്തിൽ ഒതുങ്ങുന്ന 30ാമത്തെ രാജവെമ്പാലയാണ് അതിരപ്പിള്ളിയിലെ എണ്ണപ്പനത്തോട്ടത്തിലേത്. 2 ദിവസം മുൻപ് 49ാം പിറന്നാൾ ആഘോഷിച്ച സേവ്യറിന്റെ പാമ്പുപിടുത്തത്തിലെ 30ാം വർഷം കൂടിയാണിത്. ഇതിനകം നാട്ടിൻപുറത്ത് ഭീതി പരത്തിയ ആയിരക്കണക്കിന് മൂർഖൻ പാമ്പുകളെ ഇദ്ദേഹം പിടികൂടി കാട്ടിലെത്തിച്ചു. 2000-ൽ പീച്ചിയിലെ മയിലാടും പാറയിൽ നിന്നാണ് ആദ്യമായൊരു രാജവെമ്പാലയെ കിട്ടിയത്. 14 അടി നീളവും 25 കിലോ തൂക്കവുമുള്ള രാജവെമ്പാല മലമ്പാമ്പിനെ വിഴുങ്ങിക്കിടക്കുകയായിരുന്നു. നേര്യമംഗലത്ത് നിന്ന് 14 അടിയുള്ള മറ്റൊന്നിനെയും സേവ്യർ സ്നേക്ക് സ്റ്റിക്കിനാൽ കീഴ്പ്പെടുത്തി. ഇപ്പോൾ രാജവെമ്പാലയും കളിത്തോഴനാകുമ്പോൾ ഉപകരണങ്ങളൊന്നും പ്രയോഗിക്കാതെയാണ് സേവ്യറിന്റെ പാമ്പുപിടുത്തം. 100 കണക്കിന് ആളുകളാണ് രാജവെമ്പാലയെ പിടികൂടുന്നത് കാണാൻ എത്തിയത്. CPM നേതാവ് CO പൗലോസ് മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷനായിരുന്നു. MA ഹാരിസ് ബാബു, KA വിശ്വംഭരൻ, PR കറപ്പൻ, IK വിഷ്ണുദാസ് എന്നിവർ സംസാരിച്ചു. ഉത്സവ നാളുകളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്ക് വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം പകരാൻ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചു. ക്ഷേത്രാചാര ക്ഷേത്ര സമിതിയുടെ സഹകരണത്തോടെ കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപത്തിന് സമീപം ആരംഭിച്ച സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ N രാജു, അനിൽ തറനിലം, അഡ്മിനിസ്ട്രേറ്റർ K മുരളീധരൻ, രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണവസന്തം വിരിയിച്ച് ഗുരുവായൂരിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന പുഷ്പോത്സവത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് പുഷ്പവൈവിധ്യങ്ങളുടെ നിറക്കാഴ്ചയൊരുക്കി പുഷ്പോത്സവം നടത്തുന്നത്. കിഴക്കേ നടയിൽ നഗരസഭാ ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം KV അബ്ദുൽ ഖാദർ MLAയും പുഷ്പോത്സവ വേദിയിൽ സായാഹ്നങ്ങളിൽ അരങ്ങേറുന്ന നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നടൻ വിജയരാഘവനും നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA ജേക്കബ്, KP വിനോദ്, വിവിധ സംഘടനാ പ്രതിനിധികളായ GK പ്രകാശൻ, സുരേഷ് വാര്യർ, VP ഉണ്ണികൃഷ്ണൻ, വേണു ഇടക്കഴിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മെഹന്തി ആവാസിന്റെ ഗസൽ സന്ധ്യയും അരങ്ങേറി. നാടൻ വിദേശ പുഷ്പങ്ങളും ബോൺസായ് വൃക്ഷങ്ങളും പൂക്കളുടെ അലങ്കാരങ്ങളുമെല്ലാമുള്ള മേളയിൽ ലഘുഭക്ഷണശാലകൾ, അലങ്കാര മത്സ്യങ്ങൾ, പെറ്റ് ഷോ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 21ാം ദേശീയ സമ്മേളനം ഈ മാസം 15-ന് കന്യാകുമാരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലോട് വാസുദേവൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ഫെഡറേഷന്റെ രാഷ്ട്രമിത്ര അവാർഡുകൾ പ്രശസ്ത ഗാന്ധിയൻ P ഗോപിനാഥൻ നായർ, തമിഴ് കവി പുലവർ M കോസ്മാൻ എന്നിവർക്ക് സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, പ്രൊഫസർ വെള്ളാക്കൽ രവീന്ദ്രൻ, ദേവകി ചെമ്പുക്കാട്ട്, KA ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ഓപ്പറേഷനിലൂടെ വൃദ്ധയുടെ മൂത്രാശയ സഞ്ചിയിൽ നിന്ന് 100ഓളം കല്ലുകൾ നീക്കം ചെയ്തു. ചാവക്കാട് സ്വദേശിനി ആരുക്കിറ്റി ഭാനുവിന്റെ മൂത്രാശയ സഞ്ചിയിൽ നിന്നാണ് ലേസർ ലിത്തോട്രിപ്സി ശസ്ത്രക്രിയയിലൂടെ കല്ലുകൾ നീക്കം ചെയ്തത്. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ AC വേലായുധന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. 2 മാസം മുൻപ് കാണാതായ ഭർതൃമതിയായ യുവതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ചാവക്കാട് പോലീസ് കണ്ടെത്തി. ചാവക്കാട് ഇരട്ടപ്പുഴ ഹൈസൈനാരകത്ത് 31 വയസ്സുള്ള നജീനയെയാണ് ചാവക്കാട് CI സിബിച്ചൻ ജോസഫ്, SI മാരായ MK ഷാജി, OJ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്.
ഇക്കഴിഞ്ഞ ജനുവരി 25-നാണ് യുവതിയെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചത്. തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കാമുകൻ അണ്ടത്തോട് സ്വദേശി ബാദുഷയ്ക്കൊപ്പം ദുബായിലായിരുന്നു താൻ കഴിഞ്ഞിരുന്നതെന്ന് യുവതി പോലീസിൽ മൊഴി നൽകി. യുവതിയെ ചാവക്കാട് കോടതിയിൽ ഹാജരാക്കി ബാദുഷയുടെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. പട്ടികജാതി ഏകോപന സമിതി മുനയ്ക്കക്കടവ് ശാഖ പ്രവർത്തകർ മുനയ്ക്കക്കടവ് കോളനി റോഡ് നിർമ്മാണം തടഞ്ഞു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന തീരദേശത്തെ പട്ടികജാതി കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പദ്ധതിക്ക് രൂപം നൽകാതെ പട്ടികജാതി ഫണ്ടിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് റോഡും ബോട്ട് ജെട്ടിയും കുളിക്കടവും നിർമ്മിക്കാനുള്ള പാവറട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നീക്കത്തെ പട്ടികജാതി ഏകോപന സമിതി പ്രവർത്തകർ എതിർത്തു വരികയാണ്. AE അരവിന്ദാക്ഷൻ, CM ശിവരാജൻ, ഫൽഗുണൻ വെൺമേനാട്, KV സുബിത എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് നിർമ്മാണം തടഞ്ഞത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ സ്ഥലത്തെത്തി കോളനി നിവാസികളുമായി ചർച്ച നടത്തി. 3 ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാമെന്ന ധാരണയിലാണ് ഇരുവിഭാഗങ്ങളും പിരിഞ്ഞുപോയത്. പാവറട്ടി ഗ്രാമപഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ മലിനജലം വിതരണം ചെയ്യുന്നതായി ആരോപണം. വെൺമേനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിലെ കിണറിൽ നിന്ന് മരുതയൂരിലുള്ള വാട്ടർ ടാങ്കിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്ത് പൊതു ടാപ്പുകൾ വഴിയാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. മഞ്ഞ നിറമുള്ള മലിനജലമാണ് പൊതു ടാപ്പിലൂടെ ലഭിക്കുന്നതെന്ന് തീരദേശവാസികൾ പറയുന്നു. പൊതുകിണറിലെ വെള്ളം മലിനമാണോ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം നഗരസഭ കുടിവെള്ള പദ്ധതിയെ രണ്ടായി കാണുന്നുവെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം. നഗരസഭാ പരിധിയിൽ വരുന്ന മിക്ക കുടിവെള്ള പദ്ധതികൾക്കും ഗുണഭോക്തൃ കമ്മിറ്റികൾ രൂപീകരിച്ച് വൈദ്യുതി ബിൽ അടച്ചിരുന്നു. എന്നാൽ രൂപീകരിക്കാത്ത പദ്ധതികൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കുന്നതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. നഗരസഭയിലെ എല്ലാ കുടിവെള്ള പദ്ധതികളും ഏകീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് KB ഷിബു ആവശ്യപ്പെട്ടു. KV ഗീവർ, MB ഉല്ലാസ്, പിൽജോ എന്നിവർ സംസാരിച്ചു. ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. തൃശൂർ പൂരം എക്സിബിഷൻ പ്രദർശന നഗരിയിലെ ശീതീകരിച്ച ഓഫീസ് പ്രസിഡന്റ് A രാമചന്ദ്ര പിഷാരടിയും സെക്രട്ടറി P മുകുന്ദനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. RC ആർട്സ് ഉടമ C രാമചന്ദ്രനാണ് ഓഫീസിന്റെ നിർമ്മാണം നിർവഹിച്ചത്. ഏപ്രിൽ 1 മുതൽ മെയ് 22 വരെയാണ് ഇത്തവണത്തെ പ്രദർശനം. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ 8 3 സ്റ്റാർ ഹോട്ടലുകൾ പൂട്ടിച്ചു. ചേലക്കരയിലെ 3 സ്റ്റാർ ഹോട്ടലായ അരമന ബാർ ഹോട്ടലും പൂട്ടിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഹോട്ടൽ പൂട്ടിച്ചത്. ബാറിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യം ബിവറേജസ് കോർപ്പറേഷന് കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 3 ഭരണസമിതി അംഗങ്ങൾക്കും മൃഗഡോക്ടർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം. വളർത്തുമൃഗങ്ങളെ വിതരണം ചെയ്ത പദ്ധതിയിൽ അഴിമതി നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. വാടാനപ്പള്ളിയിൽ കാനയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതിനെതിരെയുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഊർജിതമാക്കി. ഭൂരിഭാഗം സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നിലേറെ പൈപ്പുകൾ സ്ഥാപിച്ച് മാലിന്യം ഒഴുക്കിവിടുന്നത് പിടികൂടി. മുസ്ലിം ലീഗ് തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പച്ചളിപ്പുറം കാവല്ലൂർ റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.